എല്ലാ പ്രിയ കൂട്ടുകാർക്കും കുഞ്ഞു മനസ്സിൻ നമ്പരങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നും നമ്മോടൊപ്പമുള്ളത് കോട്ടയം ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിലെ സന്തോഷ് ഏട്ടനാണ്. സന്തോഷ് ഏട്ടാ, ഇന്ന് എന്ത് വിഷയത്തെ പറ്റിയാണ് നമുക്ക് സംസാരിക്കാൻ പോകുന്നത്? ഇന്ന് എൻ്റെ മനസ്സിലോട്ട് വന്നത് കുട്ടികളായ പലരും ആഗ്രഹിക്കുന്നതാണ്, മാതാപിതാക്കളെല്ലാം നന്നായി കാണണം. മാതാപിതാക്കൾ നന്നായപ്പോൾ കുട്ടിക്കുണ്ടായ ചില വ്യതിയാനങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ കുട്ടിക്കുണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് തോന്നുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ക്രിസ്ത്യൻ ധ്യാനത്തിനായിട്ടൊരു കുട്ടി വന്നു. അവളുടെ പേര് ജാക്കു എന്നാണ്. അവൾ ഭയങ്കര സങ്കടമാണ്. സങ്കടം കൊണ്ട് നമ്മൾ പറയില്ല, ഇങ്ങനെ വീർപ്പ് മുട്ടുകയാണ്. അവളുടെ സങ്കടം വരായിരുന്നു. അവളുടെ പപ്പ അവളുടെ വീട്ടിലെന്ത് ചെയ്യുന്നു, മോശമായിട്ട് പെരുമാറുന്നു. ഭയങ്കര ദേഷ്യവും ബഹളവും ഒക്കെയാണ്. ഇത് കാരണം ഈ കുട്ടി വർഷങ്ങളായിട്ട് കണ്ണുനീര് കുടിക്കുകയാണ്. കുട്ടി മാത്രമല്ല, കുട്ടിയുടെ അമ്മയും എന്ത് ചെയ്യുന്നു, വളരെയധികം ദുഃഖവും ദുരിതവും അനുഭവിക്കുകയാണ്. ഈ വിഷമത്തിലാണ് ഇങ്ങനെ ധ്യാനം കൂടാൻ സിസ്റ്റർ പറഞ്ഞിട്ട് ഇവിടെ വരുന്നത്. ഇവിടെ ഒരേ ഒരു ലക്ഷ്യമില്ലായിരുന്നു, തൻ്റെ പപ്പായ്ക്ക് ഒരു മാറ്റം ഉണ്ടാകണം. അപ്പോൾ പപ്പായ്ക്ക് മാറ്റം വരാതിരിക്കുമ്പോൾ ഇവിടെ ആഗ്രഹിക്കുന്നറിയാവോ, എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് രക്ഷപ്പെടണമെന്ന്. പക്ഷെ രക്ഷപ്പെടാനുള്ള വഴിയും ഇവിടെ മുമ്പിൽ ഒന്നുമില്ല. അപ്പോൾ ഈ മോശമായിട്ട് പ്രവർത്തിക്കുന്ന അപ്പയെ അംഗീകരിക്കാന്നല്ലാതെ വേറൊരു വഴിയും ഇല്ല. പക്ഷെ ഇവിടെ ആഗ്രഹിക്കുന്നു പപ്പായ്ക്കൊരു വലിയൊരു മാറ്റം ലഭിക്കണമെന്നുള്ളത്. അപ്പോൾ ഈ ആഗ്രഹത്തോട് ധ്യാനത്തിൽ വരുന്നത്. ഇവിടെ വന്ന് അവളുടെ പപ്പായെക്കുറിച്ചുള്ള വിഷമങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ നമുക്ക് സങ്കടം തോന്നി, ഒരപ്പൻ ഇത്രമാത്രം വിഷമത്തോടുകൂടി വീട്ടിലല്ലെങ്കിൽ ക്രൂരമായിട്ട് പെരുമാറുക. പക്ഷേ ഒരു വഴി നോക്കുമ്പോൾ അപ്പം നല്ല മനുഷ്യനാണ്. ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം പൈസ കൊണ്ട് കൊടുക്കുന്നുണ്ട്, പഠിക്കാനൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അപ്പന് ദേഷ്യം വരുമ്പോൾ അപ്പൻ വായി വരുന്നതെല്ലാം വിളിച്ചു പറയും. അത് മാത്രമല്ല, ചിലപ്പോൾ നശിപ്പിക്കും. ആ ദേഷ്യത്തിന് ചിലപ്പോൾ അമ്മയെ കൈ കിട്ടിയാൽ ഒന്ന് കൊടുക്കും, മോളെ കൈ കിട്ടിയാലും, ആരെ കൈ കിട്ടിയാലും കൊടുക്കും. അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര വിഷമമൊക്കെയാണ്. ഇപ്പോൾ നാളുകളായിട്ട് ഇവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ്. അപ്പോൾ ഈ കുട്ടി ഇത് എന്നെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ കുട്ടിക്ക് ചില പ്രാർത്ഥനകൾ പറഞ്ഞു കൊടുത്തു. ഈ കുടുംബത്തെ അപ്പനെ യേശുവിനായിട്ട് നേടുവാനുള്ള പ്രാർത്ഥനകൾ. അങ്ങനെ ദൈവകൃപയാൽ ഈ കൊച്ചും അമ്മയും കൂടെ കൂടി നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ദൈവകൃപയിൽ അപ്പനൊരു ധ്യാനം കൂടാനായിട്ട് ദൈവം ഇടവരുത്തി. ആ ധ്യാനത്തോടു കൂടി അപ്പൻ്റെ സ്വഭാവത്തിൽ ഭയങ്കര ചേഞ്ചായി. ആദ്യമായിട്ട് അപ്പയും അമ്മയും മക്കളോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭയങ്കര സ്നേഹം, സഹായം. അപ്പോൾ ഈ കുട്ടി ഞങ്ങളെ ജാക്കു വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, സന്തോഷമായിട്ടിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മൾ പറയില്ലേ, പരീക്ഷ ആ കുട്ടിയെ സംബന്ധിച്ചോളം 10ലാണ് പഠിക്കുന്നതെന്ന്. ഫസ്റ്റ് ടൈം കഴിഞ്ഞു. പക്ഷേ സെക്കൻഡ് ടൈമിലിടയിൽ വീണ്ടും കൊച്ചു വിളിച്ചു. അപ്പോഴേ സംഭവം ഇതായിരുന്നു, ഈ കുട്ടിയുടെ അമ്മ എൻ്റെ ഇതുവരെ ഇല്ലാത്ത സ്വഭാവങ്ങളെല്ലാം പ്രകടമാക്കാൻ തുടങ്ങി. അപ്പൻ ബഹളമൊന്നുമില്ല, പക്ഷെ അതിനോട് ആര് ബഹളം വെക്കുന്നു, അമ്മ ബഹളം വെക്കുന്നു. അപ്പോൾ ഈ കൊച്ചിനോട് വരാൻ പറഞ്ഞു. ചോദിച്ചപ്പോൾ എന്താ, അമ്മ ഇത്രയും നാളും അപ്പൻ ബഹളം വെച്ച കാലത്തൊന്നും അമ്മയ്ക്ക് യാതൊരു ബഹളവും ഇല്ലായിരുന്നു. അപ്പോൾ നല്ല ഇതായിട്ട് എല്ലാം സഹിച്ചും പ്രാർത്ഥിക്കുന്നതാണ്. ഇപ്പം അമ്മ പഴയപോലെ പ്രാർത്ഥിക്കുന്നില്ല. അമ്മയ്ക്ക് തൊട്ടതിനും പിടിച്ചതിനെല്ലാം ദേഷ്യം, ബഹളം. അമ്മ എന്ത് ചെയ്യുന്നു, അപ്പയോട് ആവശ്യമില്ലാത്തതൊക്കെ പറയുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് എന്ത് ചെയ്യുന്നു, നിശബ്ദമായിട്ട് ചെലവഴിക്കുന്നു. അങ്ങനെ അമ്മ ആകെപ്പാടെ ബുദ്ധിമുട്ടും പ്രയാസവും കാണുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ അമ്മയെ കൂടെ വിളിപ്പിച്ചു, മോള് പറഞ്ഞിട്ട്. അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എന്ത് ചെയ്യാനാ, എനിക്കിപ്പോൾ അറിഞ്ഞുകൂടാ, എൻ്റെ സ്വഭാവമെല്ലാം മാറിപ്പോയിട്ട് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, അപ്പന് ശാന്തനായപ്പോൾ അമ്മ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എവിടെ പ്രകടിക്കാൻ തുടങ്ങി, കുടുംബത്തിൽ. അതുവരെ ഈ അമ്മയും മോളും പ്രാർത്ഥിച്ചതല്ല ആരുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ്, അപ്പൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയാണ്. അങ്ങനെ ഈ അമ്മയോട് പറഞ്ഞ്, അമ്മയെ ധ്യാനം കൂടുന്നതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ആദ്യമൊക്കെ പറഞ്ഞു, എനിക്ക് ധ്യാനം കൊണ്ട ആവശ്യമൊന്നും ഇല്ല, എനിക്കിപ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. എങ്കിലും ദൈവത്തിൻ്റെ കരുണയാൽ ഈ കൊച്ചുകൂടെ സഹകരിച്ച് ഒരു വാരാന്ത്യ ധ്യാനത്തിന് പോയി. അപ്പം ഈ മോളും അപ്പനോട് പ്രാർത്ഥിച്ചു, ഈശോയെ മമ്മിക്കൊരു സുബോധം കൊടുക്കണമേ, മമ്മിയെ ഒന്ന് നോർമലാക്കി തരണമേ, ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം തരണമേ. അങ്ങനെ ദൈവാനുഗ്രഹത്തെ യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട് അമ്മ ആ ധ്യാനത്തിൽ വെച്ച് നല്ലൊരു കൗൺസിലിംഗ് ഒക്കെ നടത്തി ക്ഷമിക്കാനും മറക്കാനൊക്കെ തയ്യാറായി തിരിച്ചു വന്നു. അപ്പോൾ എന്താ, കുടുംബത്തിൽ ഭയങ്കര സന്തോഷമായി. മമ്മിയും പപ്പായും ഒന്നിച്ചിരിക്കുന്നു, വർത്തമാനം പറയുന്നു, ഭക്ഷണം കഴിക്കുന്നു.
നമ്മൾ പറയില്ല കുടുംബത്തിൽ മമ്മി പപ്പ ഒന്നിച്ച് വരുമ്പോൾ ഒത്തിരി സന്തോഷം വരുമല്ലോ. ആ സന്തോഷം അനുഭവപ്പെടാൻ തുടങ്ങി. അതിനുശേഷം അപ്പോഴേക്കും സെക്കൻഡ് ടൈം കഴിഞ്ഞു. തേർഡ് ടൈം തുടങ്ങിയപ്പോഴേക്കും എന്ത് ചെയ്തു, ഈ പപ്പ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളെ അറിയുമോ. അപ്പോൾ ഞാൻ ഇവർ പറഞ്ഞ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, അറിയാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങളുടെ മോളെ കൊണ്ട് ഭയങ്കര വിഷമമെന്ന് പറഞ്ഞു. അവളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താ പറ്റിയത്. അതിന് ഈ കുട്ടി എന്ത് ചെയ്യുന്നു, തേർഡ് ടൈമിൽ ഇപ്പോൾ ജനുവരി മാസമായപ്പോൾ എന്ത് ചെയ്തു, വളരെ ദേഷ്യത്തോടെ അപ്പനോട് പെരുമാറുന്നു, അമ്മയോട് പെരുമാറുന്നു, ദേഷ്യപ്പെടുന്നു, സാധനങ്ങൾ വലിച്ചെറിയുന്നു, എല്ലാം കാണിക്കുക. ഉടനെ ഈ മമ്മിക്കും പപ്പായ്ക്കും ഭയങ്കര സങ്കടമായി. അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്ത് വന്നപ്പോൾ എന്ത് സംഭവിച്ചു, അവരെ ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന കൊച്ചെന്ത് ചെയ്തു, അവരെ കൈവിട്ട് പോകുന്ന അവസ്ഥ. അപ്പോൾ ഞങ്ങൾ ഈ കുഞ്ഞിനെ വിളിച്ചു, കുഞ്ഞെ നീ എന്താ കാണിക്കുന്നത്. അപ്പോൾ അവൾ അമ്മ പറഞ്ഞതുപോലെ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടെ, എനിക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് ഇപ്പോൾ, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഞാൻ ആകെപ്പാട് അസ്വസ്ഥമാണ്. അപ്പോൾ ഞാൻ ഇത് അസ്വസ്ഥ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ കുട്ടി വീട്ടിൽ കണ്ടതും കേട്ടതും ഒക്കെ അറിയാതെ എന്ത് ചെയ്യുന്നു, പ്രവർത്തിച്ചുകൊണ്ട് പോയി. ഇന്നലകളിൽ അപ്പ കാണിച്ചത് അമ്മ കാണിച്ചത് ഈ കുഞ്ഞെന്ത് ചെയ്യുന്നു, റിയാക്റ്റ് ആ രീതിയിലാണ് ദേഷ്യം വരുമ്പോൾ പ്രകടിപ്പിക്കേണ്ടതെന്നുള്ള മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ഈ കുഞ്ഞ് പ്രകാരം ചെയ്യുകയാണ്. അപ്പോൾ ഈ കുഞ്ഞിനോട് സംസാരിച്ചു, കുഞ്ഞ് എന്താണ്, ഇവളോട് സംസാരിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത്, ഇവൾ ആദ്യത്തെ ഫസ്റ്റ് ടൈം എന്ത് ചെയ്തു, അപ്പന് വേണ്ടി ഒത്തിരിയേറെ സാക്രിഫൈസ് ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു. പല കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചും രാത്രിയിലൊക്കെ പ്രാർത്ഥിച്ചു. സെക്കൻഡ് ടൈമിൽ എന്ത് ചെയ്തു, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അമ്മയുടെ സ്വഭാവം മാറി അപ്പയും അമ്മയും കൂടെ ഒന്നിച്ചാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. തേർഡ് ടൈമിൽ സംഭവിച്ചതെന്നറിയാമോ, ഇവിടെ നിന്നെല്ലാം പഠിച്ചപ്പോൾ ഒത്തിരി പഠിത്തത്തിൻ്റെ മേഖലയിൽ ഗ്യാപ്പ് വന്നു. അപ്പോൾ തേർഡ് ടൈമിൽ ഈ കുട്ടി പുസ്തകം എടുത്തിട്ട് ഇഷ്ടംപോലെ പഠിക്കാനുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് വന്നു. അതിവളെ ഭയപ്പെടുത്താനായിട്ട് തുടങ്ങി. കാരണം പഠിച്ചത് തീരെയല്ല, 2 മാസം പരീക്ഷ വരുന്നു. അപ്പം എനിക്ക് പഠിക്കാൻ പറ്റാത്തതിന് കാരണം എന്താ, അപ്പൻ്റെ മോശമായ സ്വഭാവം, അമ്മയുടെ സ്വഭാവം. ഇവർക്ക് രണ്ടുപേർക്കും മോശമായ സ്വഭാവം എടുക്കാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് എടുത്തുകൂടാ. അങ്ങനെ ഈ കൊച്ചെന്ത് ചെയ്തു, വീട്ടിൽ കിടന്ന് ബഹളം വെക്കുന്നത്. അപ്പോൾ ദൈവകൃപയാൽ ഈ കൊച്ചിനോട് പറഞ്ഞു, മോളെ നിൻ്റെ വിലയേറിയ പ്രാർത്ഥന വഴിയാണ് അപ്പയെ നേടാൻ പറ്റിയത്, അമ്മയെ നേടി. ഇപ്പം നീ എന്ത് ചെയ്യുന്നു, കടമ്പയ്ക്ക കൊണ്ട് എന്ത് ചെയ്യുന്നു, കാലം ഉടയ്ക്കരുത് പറഞ്ഞു. അപ്പോൾ ഈ കൊച്ചിന് ആഗ്രഹമുണ്ട്, എൻ്റെ മമ്മിയുടെ മാറ്റത്തെ പപ്പായുടെ മാറ്റം അംഗീകരിച്ചുകൊണ്ട് വീട്ടിലെന്ത് ചെയ്യണം, നന്നായിട്ട് പ്രാർത്ഥനയൊക്കെ നടത്തണം, വീട് ഉയർന്നു വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആക്ച്വലി ഈ കുട്ടി ദേഷ്യപ്പെടാൻ കാരണം ഇതാണ്, പഠിക്കേണ്ടതൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞിട്ട് ഈ മമ്മിയും പപ്പായും ഈ 3 പേരോട് ഇരുത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇവൾക്ക് വേണ്ടത് പഠിക്കാനുള്ള വലിയൊരു സപ്പോർട്ടാണ്. ഈ സപ്പോർട്ട് കൊടുത്താൽ ഇവളെ എന്ത് ചെയ്യുന്നു, ശാന്തമാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്രകാരം അപ്പോൾ പപ്പായ്ക്കും മമ്മിക്കും ജോലികളാണ്. അപ്പോൾ മമ്മി തീരുമാനം എടുത്തു, എന്താ 2 മാസത്തേക്ക് എന്ന് വെച്ചാൽ ഫെബ്രുവരി മാർച്ച് മാസം ജോലിക്ക് പോകാതെ അവധി എടുത്തിട്ട് ഈ കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കുക. അപ്പോൾ അവർക്ക് സ്റ്റഡി ലീവ് വരുമല്ലോ. അപ്രകാരം ഡിസിഷൻ എടുത്തു. എല്ലാ ദിവസവും ഇവിടെ കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. തീരുമാനമെടുത്തു, അവധി എടുത്ത് ഇവിടെ കൂടെ ഇരുന്നു. അപ്പോൾ ഇവൾക്ക് സ്റ്റഡി ലീവ് അമ്മ സപ്പോർട്ട്, അവളെ പഠിപ്പിക്കാനല്ല, കൂടെ ഇരിക്കും, സംശയമുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും, പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കും. പിന്നെ കുറച്ച് നേരം പഠിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, കുറച്ച് സമയം റിലാക്സ് ചെയ്യാനായിട്ട് അമ്മ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഈ കുട്ടിയിൽ വലിയൊരു മാറ്റം വന്നു. ആ കൂടെ എന്ത് ചെയ്യുന്നു, വീട് മുഴുവൻ വിശുദ്ധീകരിച്ച അനുഭവം ഉണ്ടായി. അതുവഴി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ആ കുഞ്ഞുങ്ങൾക്ക് ആ കുഞ്ഞങ്ങനെ മാറ്റം വന്നപ്പോൾ പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതാൻ സാധിച്ചു. അത് മാത്രമല്ല, ആ വർഷത്തെ പരീക്ഷയിൽ ഉന്നതമായ മാർക്ക് വാങ്ങി ജയിക്കാൻ ദൈവം അവളെ അനുവദിച്ചു. സന്തോഷേട്ടാ, എന്തുകൊണ്ടാണ് ആ കുടുംബത്തിന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്? ഒരു പക്ഷേ എന്തെങ്കിലും ഒരു തിന്മയുടെ ശക്തി അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണോ? കാരണം അപ്പയുടെ അസുഖം മാറിക്കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കായി എങ്ങനെ തുടർന്ന് വരുന്നത് ഒരു സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് പോയി. ഒരു പരിധി വരെ ഒരു കാരണം അതാണ്. ആ വീട്ടിലെന്ത് ചെയ്യുന്നു, വഴക്കിൻ്റെ ഒരു ആത്മാവ് നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ പറയല്ലേ, അശുദ്ധിയുടെ അപ്പ ഇങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ ചീത്ത പറഞ്ഞു, കള്ളം പറഞ്ഞു, തെറി പറഞ്ഞു, ആ മോശമായ വാക്കുകളുടെ അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്രകാരം നമുക്കിങ്ങനെ അമിതമായ ദേഷ്യം വരുമ്പോൾ വായിൽ വരുന്നത് മുഴുവൻ വിളിച്ചു പറയുക,
ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഓർക്കുന്നത് മനസ്സിൻ്റെ ഇതാണ്. ശരിക്കും മനസ്സിൻ്റെ ഇതാണെങ്കിലും അതിൻ്റെ മേൽ തിന്മ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അപ്പയ്ക്ക് എന്ത് ചെയ്യുന്നു, പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ വീട്ടിൽ പറഞ്ഞു പോകുന്നത്. അപ്പയെ അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല, അപ്പയുടെ മനസ്സിൽ തിന്മയുടെ സ്വാധീനം വരുമ്പോൾ അപ്പയാണ്. അപ്പോൾ ഈ തിന്മയുടെ സ്വാധീനം എന്ത് ചെയ്തു, അപ്പ ധ്യാനം കൂടി വചനം കൂടി ഏറ്റു പറഞ്ഞപ്പോൾ ആ തിന്മ ഒരു പരിധി വരെ ആ സ്വഭാവം ആരോട്ട് കൈമാറി, അമ്മയിലോട്ട്. നേരത്തെ അപ്പ കഠിനമായി ബഹളം വെച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മയുടെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടെങ്കിലും അപ്പനെ പേടിച്ച് അമ്മ ഇതൊന്നും കാണിച്ചില്ല. അപ്പന് ശാന്തമായപ്പോൾ ആര് ശക്തി പ്രാപിച്ചു? അമ്മയുടെ ഉള്ളിൽ കിടന്ന്. അതുവരെയും അമ്മയെ സംബന്ധിച്ചാൽ അമ്മ ചിന്തിക്കുന്ന മുഴുവൻ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം അപ്പനാണ്. പക്ഷെ അപ്പൻ യേശുവിനെ സ്വീകരിച്ച് നോർമലായിട്ട് വന്നപ്പോൾ അമ്മ എന്ത് ചെയ്തു, അമ്മയിൽ കിടന്ന അസ്വസ്ഥത മുഴുവൻ പുറത്തോട്ട് വരാനായിട്ട് സെക്കൻഡ് ടൈമിൽ അമ്മയുടെ ഉള്ളിൽ നിന്നുണ്ടായിരുന്ന മുഴുവൻ ഇതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ച എല്ലാ വിഷമങ്ങളും അപ്പൻ മിണ്ടാത്തതുകൊണ്ട് അപ്പനോട് എന്ത് ചെയ്യുന്നു, പ്രകടിപ്പിക്കുന്നു. അപ്പം ഈ വിഷമം അമ്മ ആ രണ്ടാമത്തെ ധ്യാനത്തോട് തിരിച്ചറിഞ്ഞു. യേശു അനുഭവത്തിലേക്ക് വന്നപ്പോൾ അമ്മയപ്പം ഒന്നായി. അപ്പോൾ ഈ തിന്മ എവിടേക്ക് വന്നു? അതുവരെ കൊച്ചു പ്രതീക്ഷിക്കുന്നത് എന്താ, അപ്പൻ നന്നാകണം, അമ്മ നന്നാണ്. ഇവള് നന്നാകാനെ കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ ഈ ഇറങ്ങിയ ഈ സ്വഭാവ വൈകല്യം ആരിലേക്ക് വരുന്നു? കുഞ്ഞിലേക്ക് വരുന്നു. അപ്പോൾ കുഞ്ഞിലേക്ക് വന്നപ്പോൾ കുഞ്ഞെന്ത് ചെയ്യുന്നു, സ്വഭാവ വൈകല്യം പ്രകടമാക്കുന്നു. ഒരാളുടെ ഹൃദയത്തിൽ ഒരു പിശാചുണ്ടായിരുന്നു. അയാളെ വീട് തുടച്ച് വൃത്തിയാക്കി പിശാചിനെ ഒഴിപ്പിച്ചു. എന്നാൽ പിശാച് കൂടുതൽ ശക്തി പ്രാപിക്കാനായി തൻ്റെ 7 കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ടുവന്ന് ആ വീട് ആവസിക്കുന്നു എന്നൊരു കഥയുണ്ടല്ലോ. അതിനൊരു എക്സാമ്പിൾ ആയിരിക്കുമോ ഇത്? അതും വരാം. കാരണം ഈ കുടുംബത്തിൽ പപ്പായ്ക്ക് മാറ്റം വന്നപ്പോൾ അതനുസരിച്ചൊരു ആത്മീയ ശുശ്രൂഷ കുടുംബത്തിൽ തുടങ്ങിയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരികയില്ലായിരുന്നു. പക്ഷെ അപ്പം ധ്യാനം കൂടി നല്ലവനായി. അപ്പം തന്നെ അമ്മയ്ക്ക് മോശമായ പ്രകടനം. അമ്മയും അപ്പയും നന്നായപ്പോൾ ആര് മോശമായി? അപ്പോൾ അവരുടെ വീട്ടിലെ പ്രശ്നം ഇങ്ങനെ തുടരുകയാണ്. പക്ഷെ പ്രശ്നം പരിഹരിക്കപ്പെട്ടത് ഈ കുട്ടിയും ആഗ്രഹിച്ചിട്ടല്ലേ ഈ ബഹളം വെക്കുന്നത്. പിന്നെ അവൾക്ക് ടൈമിൽ പഠിച്ചു തീർക്കാൻ പറ്റുന്നില്ല, വിഷമം, പരാജയം വരുമെന്ന ഭയം എല്ലാം കൂടിയാണ് അവൾ കണ്ടിരിക്കുന്ന, ദേഷ്യം വരുമ്പോൾ കാണിക്കുന്ന പ്രവണതകളെല്ലാം അവൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ തിരിച്ചറിവ് കിട്ടി. മമ്മി ലീവ് എടുത്ത് ഇവിടെ കൂടെ ഇരുന്ന് പഠിക്കാൻ സഹായിച്ചപ്പോൾ അവളുടെ സ്വഭാവം ശാന്തമായി. നമ്മൾ പറയുന്നത് നഷ്ടപ്പെട്ട ഐശ്വര്യം വീണ്ടെടുക്കുവാനും ദൈവത്തിൻ്റെ കൃപയിൽ ആ കുടുംബം ഇപ്പോൾ നമുക്ക് ആ കുടുംബത്തെ അറിയാം, ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യുന്ന ഒരു കൊച്ചു കുടുംബമായിട്ട് മാറാൻ ദൈവം ഇടവരുത്തി. അതുപോലെ തന്നെ ഇപ്പോൾ സന്തോഷേട്ടൻ പറഞ്ഞതുപോലെ അവരുടെ ആത്മീയമായ വളർച്ചയ്ക്ക് ഒരു കുറവുണ്ടായപ്പോഴാണ്. അപ്പൻ നന്നായി കഴിഞ്ഞിട്ട് ഒരു പക്ഷേ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റാഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ഹൃദയം ഒരിക്കലും ഒഴിപ്പിച്ചിടരുത് എന്നാണോ എന്ന് പറഞ്ഞാൽ? വാസ്തവത്തിൽ അപ്പൻ നന്നായപ്പോൾ അമ്മയും മോളും എന്ത് ചെയ്യണം, അപ്പനുണ്ടായ നന്നാകലിൽ സഹകരിച്ചുകൊണ്ട് അവിടെ ഉണ്ടായ ദൈവകൃപയെ പരിപോഷിപ്പിക്കാൻ ഉയർത്തിക്കൊണ്ട് വരാനാണ്. അതിന് പകരം എന്ത് ചെയ്യുന്നു, പപ്പ നന്നായിട്ട് വന്നപ്പോൾ മമ്മി എന്ത് ചെയ്യുന്നു, അത് മോശമാകും വീട്. ഇത്രയും നാളും വീടിനെ അശുദ്ധമാക്കിയത് അപ്പനായിരുന്നു. പക്ഷെ ഇപ്പോൾ അശുദ്ധമാക്കുന്ന ആരാ? സെക്കൻഡ് ടൈമിൽ അമ്മയായി. അപ്പം ഇവർ കുടുംബം എന്ന് പറയുമ്പോൾ അപ്പനും ഉണ്ട്, അമ്മയുണ്ട്, മക്കളും ഉണ്ട്. അപ്പനും അമ്മയും നന്നായപ്പോൾ ആര് കലക്കാൻ തുടങ്ങി? മോള് കലക്കാൻ. അപ്പോൾ ആ വീട്ടിൽ നമ്മൾ വേണമെങ്കിൽ പറയാം വഴക്കിന് ഒരു ദുരാത്മാവ് പ്രവർത്തിക്കുന്നു വേണമെങ്കിൽ പറയാം, മറ്റു വാക്കി പറഞ്ഞാൽ. പക്ഷേ അതിലുപരി നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയും. യേശു വരുമ്പോൾ അതനുസരിച്ച് അന്തരീക്ഷം നമ്മുടെ ഭവനത്തിൽ ബിൽഡപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ കുടുംബത്തിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാകാമെന്ന് വരാം. ഉദാഹരണമായിട്ട് അപ്പൻ യേശുവിനെ സ്വീകരിച്ചിട്ട് വരുമ്പോൾ ആ യേശുവിനെ സ്വീകരിക്കാൻ തക്കവണ്ണം അമ്മയും മക്കളും എന്ത് ചെയ്യണം, തയ്യാറായിരിക്കണം. ആ രീതിയിൽ കുടുംബത്തിലെ സ്റ്റൈലിൽ മാറ്റം വരുത്തണം. യേശു കേന്ദ്രീകൃതമായ ഒരു ജീവിതശൈലിയിലേക്ക് വരണം. യേശുവിൽ വളരണം, പ്രാർത്ഥന സജീവമാക്കണം, ഈശോയ്ക്ക് വേണ്ടി പ്രേക്ഷിത വേല ഈശോ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യണം. പക്ഷെ ഇതിനൊന്നും വിടാതെ അപ്പൻ നന്നായി വന്നപ്പോൾ അമ്മയുടെ തന്നെ സ്വഭാവം എടുത്തു. അപ്പനും അമ്മയും നന്നായപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, കൊച്ചിൻ്റെ സ്വഭാവവും എടുത്തു. പക്ഷെ ഇവർ 3 പേരോട് ഒന്നിക്കാൻ തയ്യാറായപ്പോൾ എന്ത് ചെയ്തു, ആ കുടുംബത്തിൽ നിന്ന് വഴക്കെന്ന് പറയുന്ന ദുരാത്മാവ് മാറുന്നു, ഐശ്വര്യം നിറയുന്നു. ഇന്നൊരു കുഞ്ഞ് പ്രേക്ഷിത ഭവനമായി തീരുവാൻ ദൈവം ഇടവരുത്തുന്നു. ഇപ്പോൾ ഈ ടീനേജ് വരുന്നതനുസരിച്ച് ഓരോരുത്തർക്ക് ബോഡിയിലുണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചസ് കാരണം നമുക്ക് റിഫ്ലെക്സ് ആക്ഷൻ പോലെ തിരിച്ചുത്തരം പറയാനൊരു അങ്ങനെ ഒരു പ്രകൃതമാവുമല്ലോ നമുക്കൊരു 13-14 വയസ്സാകുമ്പോൾ. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. അങ്ങനെ
പെട്ടെന്ന് തിരിച്ച് ഉത്തരം പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു കുട്ടിക്ക് നമുക്ക് എന്താ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? പെട്ടെന്ന് നമുക്ക് ഉത്തരം പറഞ്ഞു പോകുന്ന കൂടെ സഡനായിട്ട്, പക്ഷെ ആ കുട്ടി തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, വിഷമമാകുന്ന ആ കുട്ടിക്ക് ഞാനത് പറയാൻ പാടില്ല എന്ന് തിരിച്ചറിയുന്നുണ്ട്. തിരിച്ചറിയുന്ന സമയത്ത് ഈ കുട്ടി അതിനെ ഓർത്ത് അനുദപിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറായാൽ അത് മോചനം കിട്ടും. മറ്റത് ഞാൻ തിരിച്ച് പറയുന്നു, അതെൻ്റെ സ്വഭാവമാണ്, എൻ്റെ പ്രായത്തിൻ്റെ പ്രത്യേകതയാണ്, ഞാൻ പറയും, നിങ്ങൾ എന്നാന്ന് വെച്ചാൽ അപ്പോൾ പിന്നെ ഒരിക്കലും മാറ്റാൻ പറ്റുകയില്ല. വാസ്തവത്തിൽ ദൈവവചനത്തിന് വിപരീതമായിട്ട് അപ്പനോടോ അമ്മയോടോ ഒക്കെ നമ്മൾ പെരുമാറുമ്പോൾ ദൈവം അന്നേരം തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആരെവിടെ എടുത്തോ, ഒരു കള്ളത്തരം കാണിക്കുമ്പോൾ അന്നേരം മനസാക്ഷി പറയുന്നുണ്ട്, നീ ചെയ്തത് തെറ്റാണ്, ശരിയായില്ല. അപ്പോഴേ ആ കുട്ടി മനസാക്ഷിയോട് ദൈവത്തോട് സഹകരിച്ചാൽ ഈശോയെ തെറ്റിപ്പോയി അനുദപിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെട്ടു പോയ ദൈവകൃപ വീണ്ടെടുക്കുന്നു. ആ മനസാക്ഷിയുടെ സ്വരം ശ്രവിക്കാതിരുന്നാലോ അവൻ അവൻ്റെതായ പാപത്തിന് വഴിയെ തുറന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സന്തോഷേട്ടൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ആ അപ്പൻ്റെ കാര്യത്തിൽ അപ്പൻ ഈശോയെ സ്വീകരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിൽ ഈശോയെ സ്വീകരിക്കാൻ പറ്റിയ വിശുദ്ധമായ ഒരു അന്തരീക്ഷമില്ലായിരുന്നു. അതുപോലെ തന്നെ അല്ലേ നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ, നമ്മൾ അയോഗ്യതയോടെ കുർബാന സ്വീകരിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഹൃദയം യോഗ്യമല്ലെങ്കിൽ നമുക്കത് പല വിഷമങ്ങൾക്കും അസ്വസ്ഥതകൾക്കും കാരണമാകില്ലേ? തീർച്ചയായിട്ടും. നമ്മളിപ്പം യോഗ്യതയില്ലാതെ ഒരാളെ യേശുവിനെ സ്വീകരിക്കുമ്പോൾ, അത് ആരെയാണെങ്കിലും, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ എന്ത് ചെയ്യുന്നു, നിൻ്റെ വീട്ടിലോട്ട് ഇപ്പം ഒരു ബിഷപ്പ് വരുക പെട്ടെന്ന്, അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അതിനുള്ള സ്ഥലവും സൗകര്യവും ക്രമീകരിച്ചിട്ടില്ലേ, എന്ത് ചെയ്യും? ആകപ്പാടെ ബുദ്ധിമുട്ട്, വരുന്ന ആൾക്കും ബുദ്ധിമുട്ട്, നിങ്ങൾക്കും ബുദ്ധിമുട്ട് അല്ലേ? അതേ വന്ന കാര്യം ചെയ്യാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. അപ്പോൾ അവിടെയാണ് യോഗ്യതയോടെ ആരെ സ്വീകരിച്ചാലും നമ്മൾ യേശുവിനെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ യേശുവിന് എൻ്റെ ഹൃദയത്തിൽ ഇരിക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. ഇപ്പോൾ പല കുട്ടികൾക്കും ഐശ്വര്യത്തിൽ വളരാൻ പറ്റാത്തൊരു കാരണം ഇതാണ്. അവർ ധ്യാനം കൂടും, യേശുവിനെ സ്വീകരിക്കും, കൊണ്ടുവന്ന് ഇരുത്തുന്നത് അവരുടെ മുറിയിലാണ്. അവരുടെ മുറിയിൽ എന്ത് ചെയ്യുന്നു, ഭിത്തിയെ മുഴുവൻ ആവശ്യമില്ലാത്ത പടങ്ങളായിരിക്കും. ബൈക്കിൻ്റെ പടം, കാറിൻ്റെ പടം, അല്ലെങ്കിൽ ഫിലിം സ്റ്റാർസ്, സ്പോർട്സ് താരങ്ങളുടെ പടങ്ങളാണ്. അപ്പോൾ യേശുവിന് മനസ്സിലാകും ഇവൻ്റെ മുറിയിൽ എനിക്കൊരിക്കലും സ്ഥാനം ഇല്ല. അപ്പോൾ യേശു എന്ത് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു, അല്ലെങ്കിൽ അവനിൽ പ്രവർത്തിക്കാൻ യേശുവിന് പറ്റുന്നില്ല. ബൈബിളിൽ ഇതിനോട് സംഭവിച്ചൊരു സംഭവം പറയുന്നുണ്ട്. 1 സാമുവേലിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിലാണ്. 1 സാമുവേലിൻ്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളുണ്ട്. 1 സാമുവേലിൻ്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 5 വരെ 1-2 വായിക്കാം നമുക്ക്. ഫിലിസ്തീയർ ദൈവത്തിൻ്റെ പേടകം കൈവശപ്പെടുത്തി എബനേസറിൽ നിന്ന് അഷ്ദോദിലേക്ക് കൊണ്ടുപോയി അവിടെ ദാഗോന്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം സ്ഥാപിച്ചു. അവർ വിശുദ്ധമെന്ന് കരുതുന്ന സ്ഥലത്ത് കൊണ്ട് എന്ത് ചെയ്യുന്നു, ദൈവത്തിൻ്റെ ഈ യഹോവയുടെ സാന്നിധ്യം നിലനിൽക്കുന്ന സംരക്ഷണ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള പേടകം കൊണ്ട് വെച്ചു. അപ്പോൾ എന്ത് ചെയ്യുന്നു, വിശുദ്ധമായ ദൈവിക ശക്തി നിറഞ്ഞു നിൽക്കുന്നത് അവരിൽ ശ്രേഷ്ഠമെന്ന് കരുതുന്ന സ്ഥലത്ത് കൊണ്ട് വെച്ചു. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവരുടെ ആ രാജ്യത്തെ വിശ്വാസം അനുസരിച്ച് ആ സ്ഥലവും അതുമായിട്ട് ബന്ധപ്പെട്ട വിഗ്രഹം എന്ത് ചെയ്യുന്നു, ഏറ്റവും പൂജ്യമായ സാധനം, അവരേറ്റവും വിലമതിക്കുന്നതാണ്. അതേ സ്ഥലത്ത് കൊണ്ടാണ് എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്, ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമുള്ള പേടകം കൊണ്ട് വെച്ചത്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? 3-ാമത്തെ വാക്യം വായിക്കാം. അടുത്ത ദിവസം പ്രഭാതത്തിൽ അഷ്ദോദിലെ ജനങ്ങൾ ഉണർന്നപ്പോൾ ദാഗോന്റെ ബിംബം കർത്താവിൻ്റെ പേടകത്തിന് മുൻപിൽ നിലത്ത് മറിഞ്ഞു കിടക്കുന്നത് കണ്ടു. കർത്താവിൻ്റെ പേടകം കൊണ്ട്, അല്ലെങ്കിൽ കർത്താവിൻ്റെ പേടകത്തിന് മുമ്പിൽ എന്ത് ചെയ്യുന്നു, അവരേറ്റവും ശ്രേഷ്ഠമെന്ന് കരുതിയ ബിംബം എന്ത് ചെയ്യുന്നു, മറിഞ്ഞു കിടക്കുക. അവരുടെ ജീവിതത്തിൽ ആ ഫിലിസ്തീനെ സംബന്ധിച്ചോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത് ചെയ്യുന്നു, അവരുടെ ബിംബം. അപ്പോൾ നമുക്ക് ഇതൊന്നും സംഭവിക്കുന്നതാ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. അശുദ്ധമായ സ്ഥലത്ത് വിശുദ്ധമായത് വരുമ്പോൾ അവിടെ ഇരിക്കുന്ന അശുദ്ധമെന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങൾക്കൊന്നും ഇരിക്കുവാനായിട്ട് സാധിക്കില്ല. അത് അവിടെ എന്ത് ചെയ്യുന്നു, ആ വീടിൻ്റെ അല്ലെങ്കിൽ ആ നല്ല അന്തരീക്ഷത്തിന് തന്നെ അസ്വസ്ഥത ഉളവാക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടിക്ക്, എന്നെ പോലത്തെ ഒരു സാധാരണ കുട്ടിക്ക് എല്ലാ സമയത്തും കൃപയിലായിരിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്? എല്ലാ സമയം വിശുദ്ധമായിട്ടിരിക്കാനുള്ളൊരു വഴികൾ? എല്ലാ സമയം വിശുദ്ധമായിരിക്കുക എന്ന് പറഞ്ഞാൽ നിൻ്റെ മോളുടെ മനസ്സ് എന്ത് ചെയ്യുന്നു, ദൈവത്തിൻ്റെ മനസ്സോട് ഐക്യപ്പെടുക എന്നാണ്. അല്ലാതെ വിശുദ്ധമായിരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുക എന്നല്ല. മോൾ ഇവിടെ ആയിരിക്കുമ്പോഴും കോളേജിലായിരിക്കുമ്പോഴും പഠിക്കുമ്പോഴെല്ലാം ഈശോയുടെ കൂടെ ആയിരിക്കുക. അപ്പോൾ ഇവിടെ അശുദ്ധമായെന്ന് വെച്ചാൽ ഒരുക്കമില്ലാത്ത സ്ഥലത്ത് ഇത് കൊണ്ടുവന്നു.
ഇപ്പോൾ ചില കുട്ടികളൊക്കെ ഉണ്ട്, എന്തെങ്കിലും പരീക്ഷ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, അച്ഛാ ഈ പേനയും ഹോൾ ടിക്കറ്റൊക്കെ വെഞ്ചരിച്ച് തരുമെന്ന് പറയും. ഇവരുദ്ദേശിച്ചത് വെഞ്ചരിച്ച ഹോൾ ടിക്കറ്റും പേനയായിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, എനിക്ക് പരീക്ഷ നന്നായിട്ട് എഴുതാമെന്നാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ഹൃദയത്തിൽ അതനുസരിച്ച് വിശുദ്ധിയില്ലെങ്കിൽ ഈ വെഞ്ചരിച്ച ഹോൾ ടിക്കറ്റും ഈ പേനയും എന്തായിത്തീരുന്നു, ഈ കുട്ടിക്ക് നെഗറ്റീവ് അനുഭവം ചിലപ്പോൾ ഉണ്ടാകും. കാരണം ഇവർ കിട്ടിയ വലിയ സമ്പത്ത് കൊണ്ടേ വെച്ചു ഇവരുടെ വലിയ സമ്പത്ത് എന്ത് ചെയ്യുന്നു, തകർക്കപ്പെടുന്ന അവസ്ഥ വന്നു. അതാണ് അതിന് അടുത്ത വാക്യം വായിക്കുമ്പോൾ എന്ത് ചെയ്തു, ആദ്യം ഉണ്ടായൊരു തകർച്ച അത് തിരിച്ചറിഞ്ഞില്ല. അവരെന്ത് ചെയ്യും, 4-ാമത്തെ വാക്യം വായിക്കാം. അവർ അതെടുത്ത് യഥാപൂർവം സ്ഥാപിച്ചു. പിറ്റേന്നും അവർ ഉണർന്നപ്പോൾ ദാഗോന്റെ ബിംബം കർത്താവിൻ്റെ പേടകത്തിന് മുൻപിൽ മറിഞ്ഞു കിടക്കുന്നു. മറിഞ്ഞു കിടക്കുന്നു. പിറ്റേ ദിവസം, അപ്പോൾ ആദ്യത്തെ ദിവസം ദൈവം ഒരു അടയാളം കൊടുത്തു, ഇതിരിക്കേണ്ടത് വിശുദ്ധമായ സ്ഥലത്താണ്, നിങ്ങളിവിടെ വെക്കരുതെന്ന്. പക്ഷെ അത് തിരിച്ചറിഞ്ഞില്ല. പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നു, വീണ്ടും എന്ത് ചെയ്യുന്നു, അവരെടുത്ത് നേരെ വെച്ചു. അവരുടെ ഉദ്ദേശിച്ച ബിംബം അത് വീണ്ടും എന്ത് ചെയ്യുന്നു, തകർന്ന് അവിടെ അടുത്ത വാക്യം വായിക്കാം. എന്ത് ചെയ്യുന്നു, ദാഗോന്റെ തലയും കൈകളും മറ്റ് വാതിൽപ്പടിയിൽ കിടക്കുന്നു, ഉടൽ മാത്രം അവശേഷിച്ചിരുന്നു. അവരുടെ ഏറ്റവും ശ്രേഷ്ഠമെന്നുള്ളത് ചെതറിക്കപ്പെടുന്ന അനുഭവം. വാസ്തവത്തിൽ ഈ ജിക്കുവിൻ്റെ കുടുംബത്തിൽ സംഭവിച്ചത്, ജിക്കുവിന് അവളുടെ ജീവിതത്തിലോട്ട് അവൾ യേശുവിനെ ക്ഷണിച്ചു. യേശു അപ്പയിലൂടെ വന്നപ്പോൾ എന്ത് ചെയ്യുന്നു, അന്തരീക്ഷം സ്ഥലം ചുറ്റുപാട് വിശുദ്ധീകരിക്കപ്പെടാത്തതുകൊണ്ട് വീണ്ടും പ്രശ്നമായി. വീണ്ടും അമ്മയിലോട്ട് യേശു വന്നപ്പോഴേക്കും യേശു വന്നു, പക്ഷേ അവരുടെ വീട്ടിൽ അന്തരീക്ഷം എന്ത് ചെയ്യുന്നില്ലായിരുന്നു, വിശുദ്ധമല്ലായിരുന്നു. വീണ്ടും അമ്മയെ നേരായപ്പോഴേക്കും ആ അശുദ്ധിയുടെ അല്ലെ പ്രശ്നമല്ല ഇവളിലോട്ട് വന്നു. അപ്പോഴും യേശു എൻ്റർ ചെയ്യുന്നുണ്ട്, പക്ഷേ യേശു കൊണ്ട് പ്രവർത്തിക്കാനായിട്ട് അറിയാം. എന്നാൽ അവർ 3 പേരും അപ്പയും അമ്മയും മോളും ഒന്നിച്ച് നിന്നുകൊണ്ട് പാടുവാൻ പ്രാർത്ഥിക്കുവാൻ ഐക്യത്തിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു, യേശുവിന് സാന്നിധ്യമുണ്ടായി. അപ്പോൾ യേശുവിന് അവിടെ പ്രവർത്തിച്ച് ആ കുടുംബത്തെ ഐശ്വര്യത്തിലേക്ക് നയിക്കാനായിട്ട് സാധിച്ചു. ഇവിടെയാണ് ഒരു കുട്ടി, ഒരു മാതാവ് പിതാവ് ആരാണെങ്കിലും അവർ ധ്യാനം കൂടി വചനം കേട്ട് യേശുവിനെയും കൊണ്ട് വരുമ്പോൾ ആ കുടുംബാംഗങ്ങളുടെ കടമയാണ് ആ യേശുവിനോട് പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷം ഒരു അന്തരീക്ഷം ഉളവാക്കിയില്ലെങ്കിൽ വിശുദ്ധമായത് അശുദ്ധമായ സ്ഥലത്ത് വരുമ്പോൾ അശുദ്ധമായ സ്ഥലത്തുള്ള ശ്രേഷ്ഠത എന്ന് തോന്നുന്നതെല്ലാം എന്ത് ചെയ്യുന്നു, ഉടയ്ക്കപ്പെടും, തകർക്കപ്പെടും. അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ചില കുട്ടികളൊക്കെ മുതിർന്നവരും പറയുന്നുണ്ട്, ധ്യാനം കൂടുന്നതിന് മുമ്പ് വലിയ പ്രശ്നമില്ലായിരുന്നു, ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോഴാണ് പ്രശ്നം. അതിൻ്റെ കാരണം വരാ, ധ്യാനം കൂടിയപ്പോൾ യേശു വന്നു. യേശു വന്നപ്പോൾ ഇവൻ്റെ ഹൃദയത്തിലോ ഇവൻ്റെ മുറിയിലോ ഇവൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട ചുറ്റുപാടുകളിലൊന്നും വിശുദ്ധിയൊന്നുമില്ല. അപ്പോൾ അവൻ പറയുന്നതാണ്, ധ്യാനം കൂടുന്നതിന് മുമ്പ് വലിയ പ്രശ്നമില്ലായിരുന്നു, ധ്യാനം സർവത്ര പ്രശ്നം. ആ പ്രശ്നത്തിൻ്റെ കാരണം ഇതാണ്, യേശു അശുദ്ധമായ സ്ഥലത്ത് വരുമ്പോൾ അശുദ്ധിക്ക് നിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരാൾ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ അയാളുടെ കടമയാണ് അയാളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും എന്ത് ചെയ്യണം, വിശുദ്ധീകരിക്കപ്പെടണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, മാതാപിതാക്കളെ, നിങ്ങൾ ഓരോ പ്രാവശ്യവും ഞങ്ങളെ ശ്രമിക്കുമ്പോൾ യേശുവിൻ്റെ വചനമാണ് കേൾക്കുന്നത്. വചനം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ ഹൃദയം തുറന്നു കൊടുക്കണം. അതുവഴി യേശു നിങ്ങളെ പ്രവർത്തിക്കും. ആ യേശുവിന് നിങ്ങളെ ഐശ്വര്യത്തിലേക്ക് ഉയർത്തണമെങ്കിൽ നിങ്ങൾ മാത്രം പോരാ, നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ എല്ലാ മേഖലയിലും വിശുദ്ധീകരണം വന്നാൽ മാത്രമേ ദൈവത്തിന് തൻ്റെ കൃപയിൽ നിങ്ങളെ വളർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനായി യേശു ഇന്നേ ദിവസം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഈശോയെ, വിശുദ്ധമല്ലാത്ത അവസ്ഥകളിൽ അങ്ങയെ സ്വീകരിച്ചതിനെ ഓർത്ത് ഞങ്ങൾ മാപ്പ് പറയുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അശുദ്ധമായ ബിംബങ്ങളെയും ഞങ്ങൾ ആരാധിക്കുന്ന ഓരോ കഥാപാത്രങ്ങളെയും വസ്തുക്കളെയും വ്യക്തികളെയും പിഴുതെടുത്ത് മാറ്റുവാനും അങ്ങയെ മാത്രം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നാഥനും രാജാവുമായി പ്രതിഷ്ഠിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. അങ്ങ് ഞങ്ങളിൽ വാഴണമേ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി. ഓരോ തവണയും ഈശോ നമ്മളിലൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിനനുസൃതമായ ഒരു ചുറ്റുപാട്, ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്ന വിശുദ്ധീകരിക്കപ്പെട്ട ഒരു അന്തരീക്ഷം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലും നാം ഉണ്ടാക്കിയെടുക്കണം. അതിനായി നമുക്ക് പരിശ്രമിക്കാം. അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണുന്നത് വരെ നമുക്ക് പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.